വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഞാനിതാ വർക്ക് കഴിഞ്ഞെത്തി. അപ്പോൾ ഒന്ന് കടലക്കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് രാവിലെ പോകുമ്പോൾ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല വേവിക്കാൻ വേണ്ടി കഴുകിയിട്ട് കുക്കറിൽ വെക്കുകയാണ് കേട്ടോ. കടലക്കറിയും ചപ്പാത്തിയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക്. അപ്പോൾ കടല വേവിക്കാനായിട്ട് വെച്ചു. ആ നേരം കൊണ്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കുകയാണ് കേട്ടോ. മാവ് നമ്മൾ വെള്ളം ഇത്തിരി ചൂടാക്കിയിട്ട് ഒരു ഇളം ചൂടാക്കിയിട്ടുള്ളൂ. ചൂടാക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ചു. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് കുഴച്ചത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ സാധാരണ കുഴയ്ക്കാറ്. അങ്ങനെ കുഴച്ചിട്ട് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. ആ നേരം കൊണ്ട് നമ്മൾ കടലക്കറി കടല വെന്തിട്ടുണ്ടല്ലോ. അപ്പോൾ കടലക്കറിക്കായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കണം കേട്ടോ. കുറച്ച് സവോളയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും കറിവേപ്പില അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെ തന്നെ ഇവിടെ അമ്മ ഇരുന്നിട്ട് ചക്ക നേരെയാക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ചെറിയൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഴുത്തപ്പോൾ അമ്മ അവിടെ ചക്ക മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ. അപ്പോഴേക്കും ആ നേരം കൊണ്ട് ചെറിയ മോള് വന്നിട്ട് ബാക്കിൽ തേക്കിൻ്റെ ഒരു കുനുന്തലിയില്ലേ അത് കയ്യിൽ തേച്ചിട്ട് വന്നിട്ട് അച്ഛമ്മ കയ്യിൽ നോക്ക് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മൻ്റെ അടുത്ത് പറയായിരുന്നു. അപ്പോഴേക്കും ഇത് അച്ഛൻ വരുന്നുണ്ടപ്പോൾ അവൾ ഓടിയതായിരുന്നു. അച്ഛൻ വിഷുവിനുള്ള പടക്കമൊക്കെ മേടിച്ചിട്ട് വരണം കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ അവൾ പടക്കം കണ്ടപ്പോൾ വേഗം ഓടിപ്പോയിട്ട് അച്ഛൻ്റെ നിന്ന് മേടിച്ചിട്ട് അവിടെ വെച്ചു കേട്ടോ പടക്കം. അവൾ എന്തൊക്കെയുണ്ട് ഇങ്ങനെ നോക്കട്ടെ വേണ്ടിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അത് എന്നിട്ട് അവിടെ മേല് കഴുകാൻ വേണ്ടി പോവുമായിരുന്നു അവളെ. അപ്പോൾ അവിടെ വെച്ചിട്ട് മേല് കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം അച്ഛൻ അതെടുത്ത് അങ്ങനെ ഉള്ളിൽ വെച്ചു കേട്ടോ. പിന്നെ അമ്മ അവിടെ ചക്ക നേരെയാക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ വന്നിട്ട് അവിടെ ചക്ക എന്താണ് പറഞ്ഞിട്ട് ഇങ്ങനെ അടുക്കളയ്ക്ക് നോക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഞാനെല്ലാം ചക്ക മധുരം ഉണ്ടാ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ ഏട്ടന് ചക്കയ്ക്ക് വലിയ മധുരം ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ലൈറ്റ് മധുരമായിരുന്നു. പക്ഷേ കൊള്ളാം, കഴിക്കായിരുന്നു. നല്ല കളറും നല്ല യെല്ലോ കളറും ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ചുളയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഏട്ടൻ 2 പീസ് ചക്കയൊക്കെ കഴിച്ചിട്ട് ഇത് അങ്ങോട്ട് പോയി. ഞാൻ പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് സവോള അരിയായിരുന്നു. അപ്പോൾ സവോള അരിഞ്ഞ് വെച്ചു. പിന്നെ നമ്മൾ അതിലേക്ക് ജാറിലേക്ക് തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ വേവിച്ച കുറച്ച് കടലയും ഇട്ടിട്ട് മിക്സിയിൽ അടിക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ കടലക്കറി വെക്കുമ്പോൾ അതൊരു തിടുപ്പ് കിട്ടാനാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ അതെല്ലാം അടിച്ച ശേഷം നമ്മൾ ഇത് കടുക് താളിക്കാനായി വെച്ചു. അപ്പോൾ പിന്നെ അരിഞ്ഞ് വെച്ച സവോളയൊക്കെ ഇട്ടിട്ട് സവോള മൂത്ത ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചില്ലേ അതൊക്കെ കൂടി അടിച്ച് അതൊന്ന് കടുക് താളിച്ച് അങ്ങനെ കറിയാക്കി വെച്ചു. പിന്നെ ഞാനിത് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ചപ്പാത്തി പഴത്തവും ചൂടും കൂടി ഒരുമിച്ചാണ് ചെയ്യണത്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് അങ്ങനെ അതും അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് മെയിൽ കഴുകാൻ പോകണമായിരുന്നു. അപ്പോൾ കുട്ടികൾ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് മെയിൽ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മെയിൽ കഴുകാൻ പോയി കേട്ടോ. മെയിൽ കഴുകാനൊക്കെ പോയി വന്നപ്പോൾ കുട്ടികൾ പിന്നെ ഉണ്ണി ബുക്കിൽ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ വലുത്. അപ്പോൾ അവളതങ്ങനെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഞാനിതാ നന്നായിട്ടുണ്ട് അതിന് കളറൊക്കെ കൊടുക്കാൻ പറയുമായിരുന്നു. അവൾ തന്നെ ഇപ്പോൾ വെക്കേഷൻ ആയല്ലോ. അപ്പോൾ അവർക്ക് സമയം പോകണ്ടേ, കുറച്ച് ഇങ്ങനെ TV ഒക്കെ കാണും. പിന്നെ ബുക്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിത്രമൊക്കെ വരച്ചിട്ട് കളറൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരച്ചതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. പിന്നെ ഞാൻ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ കഴുകാതെയാണ് ഞാൻ മേല് കഴുകാൻ പോയത് സമയമായപ്പോൾ. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ളതൊക്കെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇന്ന് വരാൻ ലേറ്റാവും, കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളിന്ന് വർക്കിന് പോയിട്ടില്ല. ഇന്നൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലീവായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് മുടിയെല്ലാം കെട്ടിക്കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വൈകുന്നേരം ഇങ്ങനെ കുട്ടികളൊക്കെ അച്ഛനെ കാത്തിരുന്ന് ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറുണ്ട്. പിന്നെ ഏട്ടൻ കുറച്ച് നന്നായി ലേറ്റാവും എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 2 പേർക്കും മുടിയൊക്കെ പിന്നി കെട്ടിക്കൊടുത്തു. മുടിയൊക്കെ പിന്നി കെട്ടിക്കൊടുത്ത ശേഷം ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെറുത് പറഞ്ഞു അമ്മ എനിക്ക് ഭക്ഷണം ഒന്നും വാരി തരണ്ട, ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വലുത് പറഞ്ഞു ഇല്ല എനിക്ക് വാരി തരണം എന്ന് പറഞ്ഞു. ചെറുതിന് ഞാനൊന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കുസൃതിയൊക്കെ കാട്ടിയപ്പോൾ ഇങ്ങനെ ചെറിയതായി വഴക്കൊക്കെ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് പിണങ്ങി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാം, എനിക്കൊന്നും വാരി തരണ്ട എന്ന് പറഞ്ഞു. അപ്പം ദിവസം വാരി കൊടുക്കാറൊന്നുമില്ല കേട്ടോ. അവർ ചില ദിവസങ്ങളിലൊക്കെ ഭക്ഷണം വാരിത്താന്ന് പറയും, ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ ചെറുത് ഒറ്റയ്ക്ക് കഴിച്ചു. അപ്പോൾ ഞാനിതാ വലുതിന് വാരി കൊടുക്കുമായിരുന്നു കേട്ടോ. ചപ്പാത്തിയും കടലക്കറിയായിരുന്നു. അപ്പോൾ അവൾക്ക് വാരി കൊടുത്തു. അമ്മയും ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ വരാൻ വൈകുമെന്ന് പറഞ്ഞപ്പോൾ അമ്മയോടും കഴിക്കാൻ പറഞ്ഞപ്പോൾ അമ്മയും ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്ന ശേഷം അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.